നമസ്കാരം. യുഎസിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചടി നൽകി H-1B വിസ ഫീസ് കുത്തനെ ഉയരും. വിസയ്ക്ക് 30% വരെ അധിക ചെലവ് വരും എന്നാണ് സൂചന. വൈറ്റ് കോളർ ജോലിക്കായി യുഎസിൽ എത്തുന്നവർക്ക് ആകർഷകമായ വിസ ഓപ്ഷനായിരുന്നു ഇത്. പുതിയ നിർദ്ദേശം യുവ പ്രതിഭകൾക്കുള്ള അവസരം കുറച്ചേക്കും. അതേസമയം എണ്ണവില $200 ഉയരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധി എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു എന്നതാണ് ഇന്നത്തെ മറ്റൊരു പ്രധാന വാർത്ത. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. H-1B വിസ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ ശമ്പള പരിധി 30% വരെ വർദ്ധിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം. സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു എൻട്രി ലെവൽ എഞ്ചിനീയർക്ക് വിസ ലഭിക്കാൻ വർഷം $1,62,200 ശമ്പളം വേണ്ടിവരും. പ്രൊഫഷണൽ രംഗത്തേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരടക്കമുള്ള വിദേശികൾക്ക് ഇത് ദോഷകരമായി ബാധിക്കും. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ആഗോള വിപണിയുടെ താളം തെറ്റിച്ചതോടെ എണ്ണവില ബാരലിന് $200 വരെ ഉയർന്നേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. പെട്രോൾ പമ്പുകളിലെ വിലവർധന മുതൽ പലചരക്ക് ബില്ലുകളിൽ വരെ ഇതിന്റെ ആഘാതം കണ്ടു തുടങ്ങി. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധി എന്നാണ് ഇന്റർനാഷണൽ എനർജി ഏജൻസി മേധാവി ഫാത്തി ബിറോൾ ഈ സാഹചര്യത്തെ വിശേഷിപ്പിച്ചത്. നിലവിൽ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലാണ്. എന്നാൽ വരാനിരിക്കുന്ന മാസങ്ങളിൽ ഇത് ഭയാനകമായ നിലയിലേക്ക് ഉയർന്നേക്കാം. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി തടഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് മേഖല യുദ്ധക്കളമാകുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ ഉടൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കടുത്ത സൈനിക നടപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മറ്റ് കേന്ദ്രമന്ത്രിമാർ, വിവിധ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, NDA നേതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. വെള്ളിയാഴ്ച ഗവർണർ RN രവിയെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ സുവേന്ദു അധികാരി അവകാശവാദം ഉന്നയിച്ചിരുന്നു. 294 അംഗ നിയമസഭയിൽ 207 സീറ്റുകൾ നേടിയാണ് BJP അധികാരത്തിലെത്തിയത്. US-ഇറാൻ യുദ്ധം മൂലം ഭക്ഷ്യവില 3 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഏപ്രിലിൽ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യവസ്തുക്കളുടെ വില സൂചിക 1.6% ഉയർന്നത്. ഒരു വർഷം മുൻപുള്ളതിനേക്കാൾ 2.5% കൂടുതലാണിത്. ആഗോളതലത്തിൽ കയറ്റുമതിയിൽ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ ഉൾപ്പെടെ തിരിച്ചടിയായിട്ടുണ്ട്. സസ്യ എണ്ണ, മത്സ്യം, മാംസം, ധാന്യങ്ങൾ എന്നിവയ്ക്ക് കുത്തനെ വില ഉയർന്നിട്ടുണ്ട്. 2022 ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയാണ് സസ്യ എണ്ണ വില. മാർച്ചിൽ നിന്ന് 5.9% വില ഉയർന്നത്. ഇറാൻ യുദ്ധം തുടങ്ങി 3 മാസം കൊണ്ട് ഡീസൽ, വളം തുടങ്ങിയവയിലെ ക്ഷാമം രൂക്ഷമാവുകയും വില ഉയരുകയും ചെയ്തു. ചില്ലറ വിൽപ്പന വിലകളേക്കാൾ അസംസ്കൃത വസ്തുക്കളുടെ വില കൂടി അടിസ്ഥാനമാക്കിയാണ് ആഗോള ഭക്ഷ്യോൽപ്പന്ന വില നിശ്ചയിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ട്രംപാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ചർച്ചകളുടെ ഭാഗമായാണ് താൽക്കാലിക വെടിനിർത്തലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചു. ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയാണ് വെടിനിർത്തൽ നീണ്ടുനിൽക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരായി വിജയം ആഘോഷിക്കുന്ന വിജയദിനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. റഷ്യയും യുക്രൈനും 2ാം ലോക മഹായുദ്ധത്തിൽ പ്രധാന പങ്കുവഹിച്ചവരാണെന്ന് ട്രംപ് ഓർമ്മിപ്പിച്ചു. വെടിനിർത്തൽ കാലയളവിൽ ഇരു രാജ്യങ്ങളും 1000 തടവുകാരെ വീതം പരസ്പരം കൈമാറാനും ധാരണയായിട്ടുണ്ട്. പുടിനും ട്രംപും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം വന്നത്.
പശ്ചിമേഷ്യ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചെലവ് ചുരുക്കുന്നതിന് വഴികൾ ആലോചിച്ച് എയർ ഇന്ത്യ. ഗുരുഗ്രാമിലെ ആസ്ഥാനത്ത് വ്യാഴാഴ്ച നടന്ന ബോർഡ് യോഗത്തിൽ ഇതിനുള്ള നിർദ്ദേശങ്ങളിൽ ധാരണയായി എന്നാണ് വിവരം. നിലവിലെ സ്ഥിതി തുടരുന്ന സാഹചര്യമുണ്ടായാൽ അടുത്ത 3 മാസത്തേക്ക് സർവീസുകൾ 20% വരെ വെട്ടിക്കുറയ്ക്കുന്നതാണ് പ്രഥമ പരിഗണനയിലുള്ളത്. കൂടാതെ ജീവനക്കാരെ ശമ്പളമില്ലാത്ത അവധിയിൽ വിടുന്നതിനും ധാരണയായതായി റിപ്പോർട്ടുകളുണ്ട്. നോൺ ടെക്നിക്കൽ ജീവനക്കാരെയാകും ഇത്തരത്തിൽ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കുക. ജീവനക്കാർക്കുള്ള ബോണസ് കുറയ്ക്കാനും ശമ്പളം വെട്ടിക്കുറയ്ക്കാനുമാണ് മറ്റൊരു നിർദ്ദേശം. വൈസ് പ്രസിഡന്റ് മുതൽ മുകളിലേക്കാകും ശമ്പളം കുറയ്ക്കുക. മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷം ഏകദേശം 22,000 കോടി രൂപയാണ് എയർ ഇന്ത്യക്ക് നഷ്ടമായത്. യാത്രക്കാരുടെ എണ്ണത്തിൽ വീണ്ടും വർധനയുമായി കൊച്ചി മെട്രോ. ഒരു വർഷത്തിനിടെ 14 ലക്ഷത്തിലധികം യാത്രക്കാരുടെ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 മെട്രോയിലെ യാത്രക്കാരുടെ എണ്ണം 3,49 ലക്ഷത്തിലധികമായിരുന്നു. 2025 ഇത് 3,64 ലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിൽ ഓരോ മാസവും വർധനയുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെ മെട്രോയിൽ യാത്ര ചെയ്ത് 1,16 ലക്ഷത്തിലധികം യാത്രക്കാരാണ്. വാട്ടർ മെട്രോയും മെട്രോ സ്റ്റേഷനുകളിൽ നിന്നുള്ള തുടർ യാത്രകൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഇലക്ട്രിക് ഫീഡർ ബസ്സും യാത്രക്കാർക്ക് ഏറെ ഗുണകരമാണ്. ന്യൂ ഇയർ ആഘോഷത്തിനൊപ്പം ഇത്തവണ ബിനാലെയും യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ് കാരണമായിട്ടുണ്ട്. ഈ വർഷം ജനുവരിയിൽ ആദ്യം KMRL പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് 2017 സർവീസ് ആരംഭിച്ചതു മുതൽ 17.52 കോടി ആളുകളാണ് മെട്രോയിൽ യാത്ര ചെയ്തത്. സംസ്ഥാനത്ത് പാചകവാതക വിതരണം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിലവിൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്താൽ 2 ആഴ്ചയിലധികം കാത്തിരിക്കേണ്ട സാഹചര്യമാണ് മിക്കയിടങ്ങളിലുമുള്ളത്. ബോട്ട്ലിംഗ് പ്ലാന്റുകളിലെ സാങ്കേതിക തടസ്സങ്ങളും സിലിണ്ടറുകളുടെ സ്റ്റോക്കിലുണ്ടായ കുറവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായി ഏജൻസികൾ പറയുന്നത്. ഹോട്ടലുകൾക്കും മറ്റ് ചെറുകിട കച്ചവടക്കാർക്കും പുറമെ വീട്ടമ്മമാരും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഓൺലൈൻ വഴി ബുക്കിംഗ് നടത്തിയാലും ആഴ്ചകൾ കഴിഞ്ഞാണ് സിലിണ്ടർ വീട്ടിലെത്തുന്നത് എന്നാണ് ഗാർഹിക ഉപയോക്താക്കൾ പറയുന്നത്. ഏജൻസികളിൽ അന്വേഷിച്ചാൽ കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എന്നും പരാതിയുണ്ട്. പ്രതിസന്ധി പരിഹരിക്കാൻ കമ്പനികൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വിതരണം സുഗമമാക്കാൻ അധികൃതർ തയ്യാറാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഉപഭോക്തൃ സംഘടനകളുടെ തീരുമാനം. രാജ്യത്തിന്റെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണിയെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ മെയ് 30 ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കി വിരമിക്കുന്ന ഒഴിവിലേക്കാണ് രാജാ സുബ്രഹ്മണി നിയമിതനാകുന്നത്. പുതിയ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെയും നിയമിച്ചിട്ടുണ്ട്. ഇരുവരും മെയ് അവസാനത്തോടെ ചുമതലയേൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണി CDS പദവിക്ക് പുറമെ സൈനിക കാര്യ വകുപ്പിന്റെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിക്കും. 1985 ഗർവാൾ റൈഫിൾസിലൂടെ സൈനിക സേവനം ആരംഭിച്ച അദ്ദേഹം കരസേന ഉപമേധാവിയായും നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിൽ മിലിറ്ററി അഡ്വൈസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സേവന മികവിനായി പരമവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ ഉൾപ്പെടെയുള്ള ബഹുമതികൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതോടെ 1 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.